ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് അൻവർ സാദത്ത്. ഞാനിവിടെ എറണാകുളത്ത് വർക്ക് ചെയ്യാണ് ഡ്രൈവറായിട്ട് കാറിൽ. ഓൺലൈനിലും ഓടുന്നുണ്ട്, പ്രൈവറ്റായിട്ട് കുറച്ച് പോകുന്നുണ്ട്. ഞാൻ ഇപ്പോൾ ഓൺലൈനിൽ വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വണ്ടിയിൽ നിന്ന് ഇഷ്ടമായ സാധനങ്ങൾ ഇങ്ങനെ ഓരോന്ന് ആളുകൾ കസ്റ്റമർ മറന്നേച്ച് പോകും. ഇതിൻ്റെ മുന്നേ കുറച്ച് ഞാൻ വന്ന സമയത്ത് ഞാനിപ്പോൾ ഒരു 3.5 വർഷം കഴിഞ്ഞു, ഇവിടെ 4 വർഷമാനായി. വന്ന സമയത്ത് ഒരു പേഴ്സ് കിട്ടിയിരുന്നു, ഒരു കുട്ടിയുടെ മണി പേഴ്സ്. അതിൽ ആ കുട്ടിയുടെ ഒരുപാട് കാർഡുകൾ, അതേമാതിരി പൈസ, പിന്നെ ആധാർ കാർഡ്, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. എന്തെങ്കിലും തണുപ്പുള്ളോടത്തിട്ടതാണ്. അപ്പോൾ ആ കുട്ടി അത് മിസ്സയച്ചിട്ട് കുറേ ഇതായിരുന്നു, കുറേ അവർക്ക് വിളിക്കാനും പറ്റുന്നില്ല, അങ്ങനെയൊക്കെ ആയിട്ട് കുടുങ്ങിയിരുന്നു. അങ്ങനെ ഞാൻ ഇങ്ങനെ ആലോചിച്ചെടുത്ത് ആരെ ഇറങ്ങി ആരെ കയറി എന്നൊക്കെ ഉള്ളത് ഇങ്ങനെ ആലോചിച്ചെടുത്തിട്ട് ഞാൻ പിന്നെ ഒരു കസ്റ്റമർ ഇറങ്ങിക്കഴിഞ്ഞാൽ ഒന്ന് വൃത്തിയാക്കും വണ്ടി. അതായത് ഒന്ന് ക്ലീൻ ചെയ്യുക, പൊടി തട്ടുക, എന്തെങ്കിലും ഉണ്ടോ അവരോട് പറയുകയും ചെയ്യും. എന്തെങ്കിലും മറന്നു വെച്ചിക്കണോ, ഇനി എന്തെങ്കിലും എടുക്കാണ്ടോ എന്ന് ചോദിക്കാറുണ്ട് എല്ലാവരോടും. എല്ലാവരും എടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും പോകും. പിന്നെ നമുക്കറിയില്ലല്ലോ, ആളുകൾ ബാക്കിൽ വന്ന് കയറിയിട്ട് ആരാണ്, വേറെ കസ്റ്റമർമാർ വരുന്നതല്ലേ, ആരും എടുത്ത് പോവുക എന്താണെന്നും അറിയില്ലല്ലോ, നമുക്കറിയില്ലല്ലോ. അവർ ചിലപ്പോൾ നമ്മളുടെ വണ്ടിയിലുണ്ടാവും, നമ്മൾ എടുത്തിട്ടുണ്ടാവും എന്നുള്ളത് വിചാരിക്കും. അങ്ങനെ നമ്മളിപ്പോൾ ഒരിക്കലും നമ്മളൊരാൾ മുതൽ എടുക്കരുത്. നമ്മളൊന്നും അങ്ങനെ പഠിച്ചിട്ടില്ല. നമുക്കിപ്പോൾ കടവും കള്ളി ബുദ്ധിമുട്ടോട് കാര്യങ്ങളും ഇതൊക്കെ ഉണ്ടാവും. പക്ഷെ എന്നാലും നമ്മൾ മറ്റുള്ളവരെ മുതൽ കണ്ടിട്ട് നമ്മൾ ഒരിക്കലും ആഗ്രഹിക്കരുത്. അത് പൈസ ആണെങ്കിലും സാധനങ്ങളാണെങ്കിലും നമ്മളൊന്നും അങ്ങനെ പഠിച്ചിട്ടില്ല കേട്ടോ. നമുക്ക് പടച്ചോൻ തരുന്നത് മതിയെന്ന്. തുപ്പലം കുടിച്ചുകൊണ്ട് നമ്മളെ ദാഹം മാറൂല. അതിന് നമ്മൾ വെള്ളം തന്നെ കുടിക്കണ്ടേ. നമുക്ക് ഉള്ളതാണ് തരാൻ വിചാരിച്ചാണെങ്കിൽ എന്തായാലും കിട്ടും. അങ്ങനെ ഈ കുട്ടിയുടെ പേഴ്സ് ഞാൻ തപ്പി പിടിച്ച് ഇതായി അങ്ങനെ വിളിച്ചേക്ക് ആ കുട്ടി പറഞ്ഞു, അയ്യോ ഞാൻ കുറേ ബുദ്ധിമുട്ടി, കുറേ വിളിച്ചു നോക്കി, കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല, ഞാനിതൊക്കെ ബ്ലോക്ക് ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നു. ATM കാർഡ്, വിസ കാർഡ്, ഗൾഫിലാണ് ആ കുട്ടി പഠിക്കുന്നത്. ആ ഒരു മോളുള്ളൂ. അച്ഛൻ്റെ കാർഡ്, അച്ഛൻ്റെ ആധാർ കാർഡ്, അമ്മയുടെ ആധാർ കാർഡ്, അവളുടെ ആധാർ കാർഡ്, ATM കാർഡ്, വിസ കാർഡ്, ഇതൊക്കെ ഉണ്ട്. കുറേ പൈസയുണ്ട്, 500 നോട്ട്. അങ്ങനെ ഞാൻ വിളിച്ച് കൊടുത്തു. ഇതാണ് ആ പേഴ്സ്. പിന്നെ കുറേ കാർഡുകളും അതൊക്കെ ആയിട്ട്. അതേമാതിരി ഇപ്പം ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, മിനിഞ്ഞാന്ന് എനിക്ക് ഇതേമാതിരി ഒരു കസ്റ്റമർ, ഇന്നല്ല, ഒരു കസ്റ്റമർ ഒരു സാധനം മറന്നു വെച്ചു പറഞ്ഞതാ. വില കൂടിയ ഫോണാ, ചെറിയ പൈസ ഒന്നുമല്ല. അപ്പോൾ ഞാനിപ്പോൾ ആരാ എന്താന്നുള്ളത് നമുക്കറിയില്ല, പല ആളുകൾ കയറുന്നതല്ലേ. അങ്ങനെ കുറേ ആൾക്കാർക്ക് ഞാൻ മെസ്സേജ് വിട്ടു. ഇപ്പോൾ ഗൂഗിൾ പേയിലൊക്കെ പൈസ അയച്ച ആളുകൾക്കൊക്കെ ഞാൻ മെസ്സേജ് വിട്ടു. പിന്നെ നമ്മളെ ഗ്രൂപ്പ് ഉണ്ട്, അതിൽ പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ മെസ്സേജ് ഇട്ട് കൊടുത്തതാണ്, ഫോണിൻ്റെ ഫോട്ടോ ഇതും. അപ്പോൾ അതേമാതിരി ഗൂഗിൾ പേൻ്റെ ഇതിൽ മെസ്സേജ് ഇട്ട് കൊടുത്തതാണ്. ഇപ്പം അവരാരേലും ആണോ എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെ അവരൊന്നും അല്ല എന്ന് പറഞ്ഞു. അതിന് ലാസ്റ്റ് ഞാനിങ്ങനെ നോക്കി ഇങ്ങനെ ആലോചിച്ചെടുത്തു. അപ്പോൾ ചില ആളുകൾ ക്യാഷ് ഓൺലൈൻ പേയ്മെൻ്റ് ആയിട്ടും തരും, കയ്യിലും തരും. ചില ആളുകൾ കയ്യിൽ തന്നു പോകും. അങ്ങനെ കയ്യിൽ തന്നതുപോലെ നമുക്ക് കോണ്ടാക്ട് ചെയ്യാൻ വേറെ ഒരു ഇതില്ല. അങ്ങനെ ഊബറിൽ ബന്ധപ്പെട്ട് ഇങ്ങനൊരു സംഗതി ഉണ്ട് എനിക്ക് കിട്ടിയപ്പോൾ ഞാൻ എപ്പോഴും ആദ്യം അവിടെ പരാതി കൊടുക്കും. അപ്പോൾ ഇതും അങ്ങനെ പരാതി കൊടുത്ത്, അപ്പോൾ അവരെ നമ്പർ ഞാൻ എടുത്ത് അങ്ങനെ ഇന്ന് വിളിച്ച് ഇപ്പോൾ അത് കൊണ്ടുകൊടുക്കാൻ പോവുകയാണ്. അവരെ വിളിച്ചിട്ടുണ്ട്, നമുക്കെന്താ നോക്കാം. നമ്മളെന്താണെന്നറിയാം, ഇപ്പോൾ നമ്മുടെ ഒരു മുതലാണ്, ഒരു സാധനമാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ വിഷമം നമുക്കേ അറിയുള്ളൂ, അത് അനുഭവിച്ചവർക്കേ അറിയുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു 50 പൈസ ഒരാൾക്ക് കൊടുക്കുകയാണെങ്കിൽ പ്രശ്നമില്ല. ഒരു 50 പൈസയാണെങ്കിലും അത് കളഞ്ഞു പോയാൽ നമുക്ക് വല്ലാത്ത സങ്കടം. അത് ആർക്കാണെങ്കിലും, എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ, എല്ലാവർക്കും അങ്ങനെ ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇത്രയും പൈസ ഉള്ള
ഒരു വില കൂടിയത്. കാരണം ഫോണിൽ ഒരുപാട് ഇതുണ്ടാവില്ലേ, കുറേ റിക്കാർഡുകൾ അങ്ങനെ പലതും. ഇതിൽ സിമ്മൊന്നുമില്ല കേട്ടോ. ഇതിപ്പോൾ വേറൊരാൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ശരിക്കും മിസ്യൂസ് ചെയ്യുക. കാരണം എന്താ വെച്ചാൽ ഒന്നുമില്ലെങ്കിൽ ഫോൺ വിൽക്കുക, അല്ലെങ്കിൽ അവർക്ക് യൂസ് ചെയ്യാം. നല്ല ഫോണാ, ചെറിയ ഫോണൊന്നല്ല. ക്യാഷ് നല്ല പൈസ കിട്ടും. സെക്കൻഡ് ആണെങ്കിലും പുതിയതാണ്. ഇപ്പോൾ ഞാൻ നോക്കുമ്പോൾ 2 മാസം 3 മാസം ആയിട്ടുള്ളത് എടുത്തിട്ട്. അപ്പോൾ ഞാൻ കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ നോക്കി. ആദ്യമൊന്നും ലോക്കല്ലായിരുന്നു, പിന്നെ അത് ഓട്ടോമാറ്റിക്കായിട്ട് ലോക്കായി. അത് കഴിഞ്ഞ് എൻ്റെ കൈയറ്റിയിട്ട് ലോക്കായത് എന്താണെന്ന് അറിയില്ല. ഞാനതിന് സെർച്ച് ചെയ്തിട്ട് നമ്പർ ഏതെങ്കിലും ഉണ്ടോ എന്ന് വിചാരിച്ചിട്ട് നോക്കാൻ വേണ്ടിയിട്ട്. പിന്നെ എന്നിട്ട് സിം ഉണ്ടായിരുന്നില്ല, അപ്പോൾ എൻ്റെ വൈഫൈയിൽ കണക്ട് ചെയ്തിട്ട് ഒരു ഇത് കിട്ടിയ. അങ്ങനെയാണ് ഇപ്പോൾ അത് ഇതാണത്. അങ്ങനെ വിളിച്ചിട്ട് ഇപ്പോൾ കൊണ്ടുകൊടുക്കാൻ ഞാൻ പോവുക. അവരോട് വെയിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കൊടുത്താൽ നമുക്കൊരു സമാധാനമാണ്. അത് മറ്റേ നമ്മൾ വിചാരിക്കണ മാതിരി ചിലപ്പോൾ ഉള്ള ആളുകളൊന്നും ആവില്ല ചിലപ്പോൾ വില കൂടിയ ഫോൺ. ഇതിപ്പോൾ ആ കൂട്ടറെ കമ്പനി കൊടുത്തതാ അത്ര, കമ്പനി ഫോണാത്ര. അപ്പോൾ അത് കിട്ടാത്തതിൻ്റെ വിഷമം, ഇപ്പോൾ മിസ്സായതിൻ്റെ നഷ്ടപ്പെട്ടതിൻ്റെ വിഷമം ഇപ്പോൾ അവർക്കല്ലേ അറിയുള്ളൂ. നമുക്കിപ്പോൾ നമ്മൾ ഫോണോ അല്ലെങ്കിൽ മറ്റുള്ളത് എന്തെങ്കിലും പോയി കഴിഞ്ഞാൽ നമുക്കെല്ലാം അതിനെ പറ്റിയിട്ട് അറിയുള്ളൂ. അതേമാതിരി തന്നെ എല്ലാവർക്കും നമ്മളുടെ വേദനമാതിരി തന്നെ എല്ലാവരും വേദന എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ആവുന്നത് മറ്റൊരുത്തിനെ ഉപദ്രവിക്കരുത്. ഞാനൊക്കെ രാവിലെ ഇറങ്ങുമ്പോൾ തന്നെ പടച്ചോനോട് പറയാ, പടച്ചോനെ നമ്മൾ കാരണം മറ്റൊരുത്തിന് ഒരിക്കലും ഒരു ബുദ്ധിമുട്ടുണ്ടാകരുത്, ഒരു ദ്രോഹിക്കരുത് എന്നാണ്. എനിക്കിവിടെ കസ്റ്റമറും ഇതേമാതിരി കേട്ടോ. ഞാൻ വണ്ടിയിൽ പോകുമ്പോൾ എല്ലാ കസ്റ്റമറും സന്തോഷത്തോടെ പോകുക. നമ്മളാകെ കുറച്ച് സമയമുള്ളൂ അവരായിട്ട് ഇത്. ആ സമയമുള്ളത് സന്തോഷത്തോടെ പോവുക, അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചിട്ട്. അവർക്കും ഭയങ്കര ഹാപ്പി. എല്ലാവരും പേഴ്സണലായിട്ട് നമ്പറും മേടിച്ചിട്ട് ട്രിപ്പൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തരും ചെയ്യും കേട്ടോ. ഇതുവരെ ഇപ്പം അങ്ങനെ ഉണ്ടായിട്ടുള്ളൂ. ഇപ്പോൾ ഇത്രയും കാലമായിട്ട് കുറേ പേഴ്സണൽ ട്രിപ്പ്, കുറേ ഫാമിലി ട്രിപ്പുകളുണ്ട്. ചില സമയത്തുണ്ടാവും, ചില സമയത്തുണ്ടാവില്ല. ഇപ്പോൾ പൊതുവേ ഓട്ടം കുറവാണ്. ഓൺലൈനിലാണെങ്കിലും ഓൺലൈനിൽ ഇപ്പോൾ റേറ്റുകൾ കുറച്ച്, പ്രൈവറ്റ് ആണെങ്കിലും ഓട്ടം പൊതുവെ കുറവാണ്. എന്നാലും അൽഹംദുലില്ലാ പഠിച്ചുകൊണ്ട് ഇങ്ങനെ പോകുന്നു. നമ്മൾ ഏകദേശം ഇപ്പോൾ അവിടേക്ക് എത്താറായി. അവിടെ എത്തിയിട്ട് അവർക്ക് വിളിക്കാം. 2 കുട്ടികൾ കയറിയതാണ്. അപ്പോൾ അങ്ങനെ ഓർത്തെടുത്ത് അങ്ങനെ അവരെ കണക്കാക്കിയിട്ട് വിളിച്ചാൽ സിം ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ ഇതിലേക്ക് വിളിക്കും. അവർ ഇതിൽ വിളിച്ചിട്ട് മറ്റേ നമുക്കത് കൊണ്ടുപോയി കൊടുക്കാം, കുഴപ്പമില്ല, ഇന്ന സ്ഥലത്താണെന്ന് പറഞ്ഞാൽ. ഇതിപ്പോൾ സിമ്മും ഇല്ല, ഒന്നുമില്ല. ഞാൻ പിന്നെ ഒരു ഫോൺ കടയിൽ ചോദിച്ചു, നമുക്കിതിൻ്റെ ഇതിൽ സിം ഇട്ടാലിപ്പം ഇനി അഥവാ അവർ എന്തെങ്കിലും കോഡ് വെച്ചിട്ട് നമ്മൾ കണ്ടുപിടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവർക്ക് കൊടുക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഒക്കെ ആയിരുന്നു. പിന്നെ ഏതായാലും നമ്പർ കിട്ടി. ഞാനിനി അവരൊന്ന് വിളിച്ചോക്കട്ടെ ആ കുട്ടീനെ. ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ട്. അത് തിരിച്ചു കിട്ടുമ്പോൾ അവരത് മറ്റേ സാധനം അങ്ങനെ കിട്ടിയെന്ന് പറഞ്ഞാൽ തന്നെ ഭയങ്കര സന്തോഷമായിട്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ പോയ ഒരു മുതലല്ലേ. ഇതിപ്പോൾ കൊടുത്താലും പൈസ കിട്ടില്ല. ഇനിയിപ്പോൾ യൂസ് ചെയ്യാനും ബുദ്ധിമുട്ടാണെങ്കിലും കൊടുത്താൽ പൈസ കിട്ടൂലേ. എന്തിനാ നമുക്കങ്ങനെയുള്ളൊരു മുതൽ? നമുക്ക് തരാനുള്ളത് പഠിച്ചോൻ തന്നോളൂ. ഞാനും ഒരാളേക്കൊന്നും അങ്ങനെ, എനിക്കെപ്പോൾ ഒരാൾ ഇറങ്ങി പോവുകയാണെന്നുണ്ടെങ്കിൽ 10 രൂപ അധികം തന്നിട്ടേ പോകാറുള്ളൂ. ഇതുവരെ അങ്ങനെ ഉണ്ടായിട്ടുള്ളൂ. എനിക്കിപ്പോൾ ഇവിടെ താമസം പണിയിട്ട് 4 കൊല്ലമാകാനായി. മറ്റേ എല്ലാവരും ഇതല്ലേ? ഓക്കെ ഓക്കെ. അപ്പോൾ ടെൻഷനായോ ചോദിക്കുക? ഞാൻ കുറേ ആയി നോക്കണേ. പക്ഷെ എന്താ ചെയ്യണേ, നമുക്കിപ്പോൾ ആരെ എന്താന്നുള്ള അറിയില്ലല്ലോ. നിങ്ങൾ കയ്യിലല്ലേ ക്യാഷും തന്നത്. അപ്പൊ അത് കാരണം ഗൂഗിൾ പേയിലാണ് ഇപ്പൊ കുറേ ആൾക്കാർക്ക് മെസ്സേജ് വിട്ടു. കണ്ടോ? ഇതൊക്കെ മെസ്സേജ് വിട്ടതാ. ആരെയും നമുക്ക് അറിയില്ലല്ലോ. വാട്സപ്പിൽ നോക്കി. പിന്നെ അപ്പൊ എന്താ വെച്ചാൽ എന്റെ നെറ്റ് കഴിഞ്ഞു. അപ്പൊ അത് ലോക്കാവും ചെയ്തു. പിന്നെ ഞാൻ ഏതെങ്കിലും ഫോൺ കടയിൽ കൊണ്ടുപോയിട്ട് അവരെ കൊണ്ട് അത് ലോക്ക് തുറന്നിട്ട് ഞങ്ങൾക്ക് അതിലേതെങ്കിലും നമ്പർ ഉണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യാന്നുള്ള വിചാരിച്ചത്. പിന്നെ അതിൽ സിമ്മും ഇല്ലല്ലോ, അതിൽ വിളിക്കാനും പറ്റൂല.
ആ അതാണ് ഇത് കമ്പനി ഫോണാ അതല്ലേ. പിന്നെ ഇങ്ങനെ എനിക്ക് ഓർത്തേക്ക് ഓരോ സ്ഥലത്തേക്ക് ഇങ്ങനെ ഓർത്തേക്ക് പിന്നെ ഇതില് കടമക്കുടിയുടെ എന്തോ ഒരു ഇത് കാണുകയും ചെയ്തു. അപ്പൊ പിന്നെ ഞാൻ അതില് ജിനാന്ന് പറഞ്ഞിട്ട് ഒരു ചാറ്റ് ഞാൻ വായിച്ചേ. ആ വായിച്ചിട്ട് ഞാൻ അതിലേക്കൊന്ന് മെസ്സേജ്. പിന്നെ എന്താന്ന് പറയോ, ഇത് സിം ഇല്ലാത്ത ഫോണാ. നമ്മളിപ്പോ ഒരാളോട് ഇന്ന ഇത് ഫോൺ കിട്ടിക്കണെന്ന് പറഞ്ഞാൽ അവര് പറയും ചിലപ്പോ എന്റെ ആണെന്ന് പറയും. അപ്പൊ നമ്മള് പിന്നെ ഞാൻ അതിന്റെ യഥാർത്ഥ അവകാശം വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മള് പെട്ടില്ലേ. അപ്പൊ അത് കാരണം എന്തായാലും ഇപ്പൊ എന്നെ കോണ്ടാക്ട് ചെയ്യലോ എന്നുള്ള ഒരു ഇതായിരുന്നു. ഞാൻ ഒരു കോണ്ടാക്റ്റും ഇല്ല. അതില് ഞാൻ കണ്ടുപോയി ഹോസ്റ്റലിലാണെന്ന് ഞാൻ കണ്ടുപോയി. അപ്പൊ എനിക്കിത് ചിലപ്പോ ഞാൻ അതന്നെ ആണോ അല്ലേ എന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ലല്ലോ. നമ്മൾ കണ്ടിട്ടില്ലല്ലോ എന്നെ ആള് വെക്കണത്. ഞാൻ എന്നിട്ട് ഫോൺ കടയിലേക്ക് വിളിച്ചിട്ട് അവന് ഫോട്ടോ ഒക്കെ വിട്ടെടുത്തു. ഇനി അഥവാ നമുക്ക് ഒന്നും ഒരു ചാൻസും ഇല്ലാന്നുണ്ടോ, ഇത് ഫോൺ കടയിലേക്ക് വിട്ടിട്ട് അതിന്റെ ഫോട്ടോ ഒക്കെ വിട്ടിട്ട് ഞാൻ അവന് വിട്ടെടുത്തിട്ട് ചോദിച്ചു ഒന്നുമില്ലെങ്കിൽ നമ്മളിത് നമ്മളെ സിം ഇട്ടിട്ട് ഇത് ഓണാക്കി എന്ത് അവര് നമുക്ക് ഇതാക്കാം, കുഴപ്പമൊന്നുമില്ല, ആരെ നോക്കാം. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ എന്താന്ന് വെച്ചാല് നമ്മളെ കോണ്ടാക്ട് ചെയ്യണില്ലെങ്കിലും നമുക്ക് അങ്ങോട്ട് കോണ്ടാക്ട് ചെയ്യാൻ ആളെ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു പണി ചെയ്യാം. നമുക്ക് ഈ സിം ഇട്ട് കഴിഞ്ഞാൽ അതിന് എമർജൻസിയിൽ കോള് വിളിക്കാനൊക്കെ പറ്റും. എമർജൻസി കോള് വിളിക്കുക. അതേമാതിരി നമ്മൾ സിം ഇട്ടാൽ ചിലപ്പോൾ നിങ്ങൾ അറിയണ്ടാവും. നിങ്ങളിതിൽ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അറിയും. ലൊക്കേഷൻ കാണിക്കും. അപ്പൊ എന്താ വെച്ചാൽ നിങ്ങൾ നമുക്ക് വിളിക്കുമ്പോൾ നമുക്ക് കോണ്ടാക്ട് ചെയ്യാൻ പറ്റുമല്ലോ. ഞാൻ അങ്ങനെയൊക്കെ വിളിച്ചു, സംസാരിച്ചിട്ടുണ്ട് ഇതില്. അപ്പോ അവൻ പറഞ്ഞു അങ്ങനെയൊക്കെ ചെയ്യാ, കുഴപ്പമൊന്നുമില്ല പറഞ്ഞു. സിമ്മിട്ട പോലീസുകാര് പിടിക്കുന്നു പറഞ്ഞു എന്നോട്. സിമ്മിട്ട പോലീസുകാർ അതിന് നമ്മള് കള്ളത്തരം കാണിക്കുന്നല്ലോ. സിമ്മിട്ട അവര് വിളിക്കുമ്പോ നമുക്ക് യഥാർത്ഥ ആൾക്ക് കൊടുക്കാലോ പറഞ്ഞു. അങ്ങനെ അതിന്റെ യഥാർത്ഥ ആൾക്ക് കൊടുക്കാൻ പറ്റുമല്ലോ പറഞ്ഞു. എന്തായാലും കിട്ടിയില്ല അൽഹംദുലില്ലാ. നമുക്ക് ഓക്കെ ഭയങ്കര സന്തോഷമായി, ഒക്കെ റാഹത്തായി. ഞാനിപ്പോ ഇതിൽ ഇടാൻ കാരണം എന്താണെന്നറിയോ, നമ്മളിപ്പോ നമുക്ക് ഇത് കിട്ടാനോ അല്ലെങ്കിൽ മറ്റുള്ളതിനൊന്നല്ല. നമ്മൾ ഒരിക്കലും നമുക്കിപ്പോ ചില ആളുകൾക്കൊക്കെ ഉണ്ടാവും, എല്ലാവരും നമ്മളിത് എടുക്കുന്നല്ല പറയുന്നത്. ചില ആളുകൾ രണ്ട് മനസ്സായിട്ടുള്ള ആളുകളുണ്ടാവും. എന്താ ചെയ്യേണ്ടത്, എടുക്കണോ കൊടുക്കണോ, എടുക്കണോ കൊടുക്കണോ. ചില ആളുകൾ എളുപ്പം കൊടുക്കും, ചില ആളുകൾ കൊടുക്കില്ല. അപ്പൊ അങ്ങനെയുള്ള ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പറയണം, ഒരിക്കലും ഒരാളെ മുതലെടുക്കരുത്. നമ്മൾക്ക് 10 ഉറുപ്പ്യ കിട്ടുമ്പോഴത്തേന് 20 അല്ല 50 രൂപയുടെ നമുക്ക് അവിടെ നഷ്ടം വരും. നമ്മളത് പടച്ചോ നഷ്ടപ്പെടുത്തും, അത് ഷുവറാണ്. അതിന് യാതൊരു സംശയമല്ല. നമ്മളൊരു ഉപകാരം ഇവിടെ ചെയ്ത് കഴിഞ്ഞാൽ 2 ഭാഗമായിട്ട് 2 സെക്ഷനായിട്ട് പടച്ചോ നമുക്ക് തരും. ഇവിടെ അതിനുള്ള ഗുണം വേറെ തരും, അവിടെ വേറെയും തരും. അതേമാതിരി തന്നെ നമ്മൾ ഒരാളെ മുതലെടുക്കുകയാണെങ്കിലോ കളവ് പറയുകയാണെങ്കിലോ അല്ലെങ്കിൽ ഒരാളെ പറ്റിക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ ഒരാളായിട്ട് അപമര്യാദയായിട്ട് പെരുമാറുകയാണെങ്കിലോ ഒക്കെ ഇനും പടച്ചോ ഇവിടെയും തരും, അവിടേക്ക് വേറെയും തരും. ഒന്നും മാറ്റി വെക്കൂല. ഇന്നത്തെ ഇപ്പോഴത്തൊക്കെ പടച്ചോന്ന് പറഞ്ഞാൽ അപ്പളക്കപ്പളാണ്. നമ്മളെ എപ്പോഴും നമ്മൾ പടപ്പോളെ പേടിച്ചിട്ടില്ലെങ്കിലും പടച്ചോനെ പേടിക്കണം എപ്പോഴും. നമ്മൾ എപ്പോഴും നമ്മളെ മനസ്സിൽ വെക്കേണ്ട ഒരു കാര്യം അതാണ്. അതായത് നമുക്ക് ഒരാളെ മറച്ചു വെക്കാൻ കഴിയും. പടച്ചോ ഇതൊക്കെ കാണുന്ന ഒരാൾ വേറെ ഉണ്ട്. പടച്ചോനും ദൈവവും ഒക്കെ ആണെങ്കിലും എല്ലാം ഒന്നാണ്. പക്ഷെ എങ്കിലും എല്ലാം കാണുന്ന ഒരാളുണ്ട്. അവരൊരിക്കലും ഇതാവില്ല. ഇതിപ്പോ ഈ ഇടപാട് നമുക്ക് ഇവിടുന്ന് തീർന്നു. നമ്മൾ അവിടെ ചെന്നിട്ട് ഇതിന് എത്ര കൊടുത്താലാ ചിലപ്പോ തീരൂല. അപ്പൊ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്, ഒരാളും അങ്ങനെ ചെയ്യരുത്. അങ്ങനെ ഒരു പ്രചോദനത്തിന് വേണ്ടിയിട്ടാട്ടപ്പോ ഞാൻ ഈ വീഡിയോ ഇട്ട്, അല്ലാതെ വേറൊരു ഉദ്ദേശം വെച്ചിട്ടല്ല. എന്തായാലും എല്ലാവർക്കും നന്ദി, നമസ്കാരം. പിന്നെ എല്ലാവരും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. കുറേ കടങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ അവസാനത്തൊരു നിക്കക്കള്ളില്ലാതെ അവസാനത്തൊരു പ്രതീക്ഷയിൽ തുടങ്ങിയതാണ് ഈ ചാനൽ പുതിയതാണ്. ഇപ്പോൾ കുറച്ച് ചെറിയ വീഡിയോസുകളൊക്കെ ഇട്ടിട്ടുള്ളത്. ഇനി ഇൻഷാ അല്ലാഹ് നല്ല നല്ല വീഡിയോസുകളൊക്കെ ഇടാം. നമ്മുടെ വീട്ടിൽ നടക്കുന്നത് നമ്മുടെ യാത്രയുടെ ഒക്കെ ഇൻഷാ അല്ലാഹ് ഉണ്ട്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക.